അങ്ങനെ നമ്മുടെ മഹേഷും മഹേഷിൻ്റെ വീട്ടുകാരും ഇഷിതയുടെ വീട്ടുകാരും കൂടി അമ്പലത്തിൽ പോയ സമയത്ത് നമ്മുടെ ഇഷിതയ്ക്കാണെങ്കിൽ പെയിന് വരുന്നുണ്ട്. നല്ല പെയിനാവുന്ന സമയത്ത് അവൾ വേഗം ആദി മോനെ ആദി എന്നൊക്കെ വിളിച്ചിട്ട് വരുന്നുണ്ട്. വേഗം അവൻ ഓടി വന്നിട്ട് എന്താ അമ്മയെ പറ്റി, അമ്മ വീണോ എന്നൊക്കെ ചോദിക്കുന്നില്ല. മോനെ അമ്മയ്ക്ക് വയ്യ, വേഗം അച്ഛനെ ഒന്ന് വിളിക്കുകയെന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ആദിമോൻ വേഗം അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അച്ഛനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫാണ്. അമ്മയും അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫാന്ന് പറയേണ്ടത്. എന്തായാലും ആദിമോനോട് പറയേണ്ട ഒരു വണ്ടിയൊക്കെ വിളിക്കും, നമുക്ക് എന്തായാലും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ ചിപ്പിയും കൂടി വേഗം നമ്മുടെ ഇഷിതേനെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഞ്ജിമ എല്ലാം അറിയേണ്ടത് ഇഷിതയ്ക്ക് പെയിൻ വന്ന കാര്യമൊക്കെ അവൾ വേഗം നമ്മുടെ രചനയെ വിളിച്ച് പറയേണ്ടത്. രചന വേഗം നമ്മുടെ ആകാശിനോട് പറയേണ്ട. ആകാശം പറയേണ്ട അവൾ പ്രസവിക്കട്ടെ, ആ കുഞ്ഞിനെ അവൾ പ്രസവിക്കും, അത് പോരാ അവൻ അനുഭവിക്കാൻ കിടക്കണില്ല, അവൻ്റെ കുടുംബത്തിന് ഞാൻ വേരോട് പിഴുതെറിയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ മഹേഷ് വേഗം അമ്പലത്തിൽ നിന്ന് ഓടി വന്ന് നേരെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നത്. ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട മഹേഷെ, ഇഷിത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. വേഗം അവൻ ഉള്ളിൽ പോയി കാണുന്നുണ്ട്. നമ്മുടെ ഇഷിത ചോദിക്കേണ്ടത് സന്തോഷമായോ മഹേഷിന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് അച്ഛാന്ന് വിളി കേൾക്കണതല്ലേ ഏറ്റവും വലിയ എനിക്ക് സന്തോഷം, അതിനപ്പുറം എനിക്ക് എന്ത് സന്തോഷമാണ് വേണ്ടതെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഇഷിതയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.